മാനവീയം വീതിയിലാണുള്ളത്. മാനവീയം വീതിയിൽ നമ്മൾ ഡോക്ടർ നമ്മൾ കണ്ടു. ഇപ്പോൾ കെ രാജൻ മിനിസ്റ്റർ നമുക്കൊപ്പമുണ്ട്. ഞാൻ പറയായിരുന്നു രാത്രയം രാജീവ് രാജേഷ് രാജൻ ആ രാത്രയം എല്ലാ പ്രഭാതത്തിലും നമുക്കൊപ്പമുണ്ടായിരുന്നു. അതൊരു പുതിയ സാധനം ആരും പറഞ്ഞിട്ടില്ല. ഗുഡ് ടീം ആക്ച്വലി. അതിന്റെ കൂടെ മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം വരും, സജി ചെറിയ മിനിസ്റ്റർ നമുക്കൊപ്പം വരും. ഞങ്ങളുടെയും പ്രഭാതങ്ങൾ നിങ്ങളുടെ കൂടെ സാന്നിധ്യത്തിൽ വളരെ റിച്ച് ആയിരുന്നു. ധാരാളം പ്രേക്ഷകർ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ വന്നു. ചിലരെങ്കിലും ആദ്യഘട്ടത്തിൽ PR എന്ന് പറഞ്ഞു, പിന്നീട് പക്ഷേ അങ്ങനെയല്ല എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ 140 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കൊടുക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. ഇന്നലെ 140 നിയോജക മണ്ഡലങ്ങളിൽ നിങ്ങൾ നൽകിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഈ കിട്ടുന്ന വിവരങ്ങളെല്ലാം ഇപ്പോൾ ഞങ്ങൾ ഈ പ്രഭാത ഭക്ഷണ യോഗങ്ങളിൽ നടത്തുന്ന എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും കൃത്യമായി റെക്കോർഡ് ചെയ്യുകയാണ്. മുഖ്യമന്ത്രി നേരിട്ട് എഴുതിയെടുക്കുന്നുണ്ട്, ഞങ്ങൾ 3-4 പേര് എഴുതിയെടുക്കുന്നുണ്ട്. അതിനു പുറമെ എഴുതിയെടുക്കേണ്ട മിനിറ്റ്സ് ടീമുണ്ട്. ഈ എഴുതിയെടുക്കപ്പെട്ട അഥവാ രേഖപ്പെടുത്തപ്പെട്ട എല്ലാ അഭിപ്രായങ്ങളെയും ഇതിനുശേഷം ഞങ്ങൾ പ്രോസസ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിലിപ്പോ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, ഇത്രയും പരാതി കിട്ടി, എത്ര നിങ്ങൾ പരിഹരിച്ചു? ഈ 45 ദിവസത്തെ ഫ്രെയിംവർക്കിനുള്ളിൽ ഇത് പരിഹരിക്കുക സാധ്യമായിരിക്കുമോ? അല്ല, എല്ലാ പരാതിയും 45 ദിവസത്തിനുള്ളിൽ സാധ്യമാകില്ലല്ലോ. കാരണം പരാതികൾ വരുന്നത് യഥാർത്ഥത്തിൽ ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫയൽ അദാലത്തിന് ശേഷം നമ്മൾ നടത്തിയ മലയോര തീരദേശ സദസ്സുകൾക്ക് ശേഷം 3 മന്ത്രിമാർ വീതം മിനിമം പങ്കെടുത്ത് 78 താലൂക്കിലും ഓരോ ദിവസം രാത്രി വരെ നീണ്ടുനിന്ന പരാതി അദാലത്തിന് ശേഷം ജില്ലകളിൽ നടത്തിയ പരാതി അദാലത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത മേഖലാ അവലോകന യോഗത്തിന് ശേഷമുള്ള ഒരു നവകേരളത്തിന്റെ യാത്രയാണ്. ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം നവകേരളത്തിൽ നാം ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യങ്ങളെ തടുക്കുന്ന പല വിധത്തിലുള്ള ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്താനും കേരളത്തിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ അവകാശം സാധ്യമാക്കാനും 64 വരെയുള്ള സമരത്തിലൂടെ നാം സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഇന്ത്യയിൽ ആദ്യമായി നേടിയെടുത്തതുപോലെ അതൊരു വലിയ സമരമായിരുന്നു. അവസാനം കേരളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു, ഇനി ചർച്ചയില്ല, ഞങ്ങൾ നാണ്യവിളകളുടെ ഉൽപ്പാദനം നിർത്തുകയാണ്, ഞങ്ങൾ കേരളം നെല്ലുൽപാദനത്തിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ കുട്ടികൾ പട്ടിണി കിടക്കാൻ പാടില്ല. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് കേരളത്തിന് കിട്ടിയത്. ഞാനൊരു സംശയം പ്രേക്ഷകരുടെ മുന്നിൽ, ഈ നവകേരള സദസ്സിന്റെ ആത്യന്തിക ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, ബാക്കിയൊക്കെ എവിടെയുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നവകേരളത്തിന്റെ ആശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും 1964 സമരം പോലെ കേന്ദ്രത്തിന് സംസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ വിള്ളൽ, ആ ധനപ്രതിസന്ധി, ഇതിനെ പ്രധാനമായും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു സമരത്തിന്റെ ഒരു ഒരുക്കമാണ് യഥാർത്ഥത്തിൽ നടന്നത്. തീർച്ചയായിട്ടും 2 നിലവാരത്തിലാണല്ലോ. ഒന്ന്, ജനങ്ങളാകുന്ന യജമാനന്മാരുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് ഞങ്ങളെ ചുമതലപ്പെടുത്തി അവരോട് ഈ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞ് എന്തു ചെയ്യണം എന്നവരോട് ചോദിച്ച് അവരുടെ കൂടി അഭിപ്രായങ്ങൾ മുൻവിലക്കെടുത്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ ഒരു വലിയ സമരം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ നിയമപരമായി ഭരണഘടനയുടെ അനുച്ഛേദം 131 പ്രകാരം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ഇടപെടാനുള്ള സുപ്രീം കോടതിയുടെ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹർജിയായി ഭരണഘടനാ സംരക്ഷണം എന്ന നിയമപരമായ വസ്തുത കൂടി ഉപയോഗിക്കുക. അപ്പോ ജനാധിപത്യത്തിന്റെ 4 തൂണുകളെയും, 4ാമത്തെ തൂൺ മാധ്യമങ്ങളാണ്, 4 തൂണുകളെയും 3 തൂണുകളെയും അതിനോടനുബന്ധിച്ച് നിൽക്കുന്ന 4ാം തൂണായ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭരണഘടനാപരമായ കേരളത്തിന്റെ അവകാശത്തിനു വേണ്ടി ജനാധിപത്യ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം ഒരു മനസ്സായി മലയാളി നിന്നുകൊണ്ട് അവന്റെ അവകാശം നേടുക. അത് ഈ സമരത്തിനൊരുങ്ങണം എന്നതാണ് ഈ നവകേരള സദസ്സ് കഴിയുമ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സൂചന. ഇനി നമുക്ക് മുന്നേറണമെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഈ കാര്യങ്ങൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് മനസ്സിലാവൂ. പക്ഷെ അവിടെ പ്രതിപക്ഷത്തിന് ബഹിഷ്കരണം ഒരു തിരിച്ചടിയായി. സമരം എന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ എരിയുന്ന എല്ലാ കനലുകളും ഇന്ന് ചാരമാക്കുമെന്ന് പ്രഖ്യാപിച്ച് സുധാകരൻ നടത്തുന്ന സമരം പോലെയല്ല. സമരം ഒരു ജീവിത സമരമായി മാറണം. കേരളം ഉയർത്തെഴുന്നേൽക്കണം. KPCC പ്രസിഡന്റിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന് അതാകാം വ്യക്തി എന്ന നിലയിൽ, ചിലപ്പോൾ അദ്ദേഹത്തിന് ആ വിധത്തിലുള്ള ആശയങ്ങളും ഉണ്ടാകാം. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുധാകരനാകാം, സുധാകരൻ ഇരിക്കുന്ന പോസ്റ്റിന് അത് സാധ്യമല്ല. കാരണം അതിന് കേരളം കൊടുക്കുന്ന ഒരു പവിത്രതയുണ്ട്. എത്ര കോൺഗ്രസ് മോശമായാലും, എത്ര നിലവാരം തകർന്നാലും, പനമ്പള്ളി ഉൾപ്പെടെ ഭാരതന്മാരായ മനുഷ്യന്മാരിരുന്ന, അക്കാനമാച്ചെറിയാനെ പോലെ കേരളത്തിലെ ജനമനസ്സുകളിൽ നിലനിന്നിരുന്ന മനുഷ്യന്മാരിരുന്നൊരു സ്ഥാനത്ത് കയറിയിരിക്കുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഒരു ദിവസം മിനിഞ്ഞാന്ന് രാത്രി ഞാൻ റിപ്പോർട്ടറിലും 24-ലും ഒക്കെ കാണുകയുണ്ടായി. എന്നിട്ടാണ് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നത്.
ജനസദസ്സിനുള്ള മറുപടി മറ്റന്നാൾ പറയും. 36 ദിവസമായിട്ട് ആരംഭിച്ച ജനസദസ്സിനുള്ള മറുപടി 36ാമത്തെ ദിവസം പറയുന്നത് എന്തായിരിക്കും എന്ന് ഞാൻ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചു. കാരണം 36ാമത്തെ ദിവസം അദ്ദേഹം ഏതെങ്കിലും വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇപ്പോ 1ാമത്തെ ദിവസം ആരംഭിച്ച ആഡംബര ബസ് മുതൽ ഇതുവരെ നടന്ന എല്ലാ അഭിപ്രായങ്ങളും അപസർപ്പക കഥകളും പൊളിഞ്ഞതുകൊണ്ട് ഇനി ഒരു പുതിയ കഥ അല്ലെങ്കിൽ പുതിയൊരു സംഭവം അല്ലെങ്കിൽ യാഥാർത്ഥ്യമെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒന്ന് പ്രഖ്യാപിക്കാനാകും. രണ്ടാമത് എഴുതി കാണിക്കുന്നു കമ്മീഷൻ ഓഫീസ് മാർച്ചിലൂടെയായിരിക്കും മറുപടി പ്രഖ്യാപിക്കാൻ പോവുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അവിടെ നടത്താൻ പോകുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നു എന്നാകും. ഒന്നാമത്തെ വരിയാണ് അതിനേക്കാൾ അപകടം. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കനലെല്ലാം ചാരമാക്കി കളയും. അയ്യോ, അതെന്തൊരു ഭീകരതയാണ്. പരസ്യമായിട്ടൊരു കലാപാഹ്വാനത്തിന് കേരളത്തിൽ ക്ഷണിക്കാൻ പാടും. KPCC പ്രസിഡന്റ് പരസ്യ കലാപാഹ്വാനം നടത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും. എന്ന് മാത്രമല്ല, കലാപത്തിൽ ആരു മുമ്പ് അണികളെ ആവേശം കൊള്ളിക്കാൻ, അണികളുടെ നേതാവാകാൻ, അണികളെ സംരക്ഷിക്കാൻ കലാപത്തിൽ പ്രതിപക്ഷ നേതാവാണോ KPCC പ്രസിഡന്റാണോ മുമ്പൻ എന്ന് പുതുപ്പള്ളിയിൽ നിങ്ങളുടെ മൈക്കുകൾ വലിച്ചെടുത്തതുപോലെയുള്ളൊരു മത്സരത്തിലേക്ക് കേരളം കടക്കുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് കേരളത്തിലാണ്. ഇന്നിപ്പോ നിങ്ങളൊരു സംഘർഷ സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഞങ്ങൾ സംഘർഷത്തെ ആരും പ്രതീക്ഷിക്കില്ലല്ലോ. നമ്മുടെ പിന്നെ ചില മാധ്യമങ്ങൾ, റിപ്പോർട്ടറല്ല, അങ്ങുമല്ല, ഈ വാഹനത്തിൽ 18-ാം തീയതി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കയറി ഇറങ്ങിയിട്ട് പറഞ്ഞു പ്രതീക്ഷിച്ചതുപോലെ ആഡംബരമില്ല. ആഡംബരം എന്തിനാ പ്രതീക്ഷിക്കുന്നത്? കേരളത്തിന് പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പണം കിട്ടുന്ന ഒരു പ്രതീക്ഷയാണ്. കേരളത്തിന് പ്രതീക്ഷിച്ച് വീതം കിട്ടിയില്ല എന്ന് പറഞ്ഞൊരു പ്രതീക്ഷയാണ്. കലാപം പ്രതീക്ഷയല്ല. കലാപം ഉണ്ടാക്കുമോ എന്ന ഭീതി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കലാപം ഉണ്ടാക്കാൻ ഈ ആഹ്വാനത്തിനനുസരിച്ച് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് വളരെ വിനയപൂർവ്വം റിപ്പോർട്ടിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു, മന്ത്രി എന്ന നിലയിൽ. കേരളത്തിൽ മുഖ്യമന്ത്രി അവസാനത്തെ യോഗത്തിലും പറഞ്ഞത് ഏത് വിഷയത്തിലും നമുക്ക് ചർച്ചയാകാം. എന്താണ് ഞങ്ങൾക്കെതിരെയുള്ള കുറ്റം? ഞങ്ങൾക്കെതിരെയുള്ള കുറ്റം ചിലത് കൊടുക്കുന്നില്ല. ഉദാഹരണത്തിന് കോടതി പറഞ്ഞതുപോലെ മറിയക്കുട്ടിയുടെ 3 മാസത്തെ പെൻഷൻ, ഞങ്ങളല്ലേ മറിയക്കുട്ടിക്ക് 3 മാസത്തെ പെൻഷൻ 1600 രൂപ വീതം മാസമാക്കാൻ തീരുമാനിച്ചത്. 600 ആയിരുന്നല്ലോ. അത് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടപ്പോ എല്ലാ ഗവൺമെന്റുകളും നോക്കുക 500-600 ആക്കി. അതിനു മുമ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് 600 അതുപോലെ തുടർന്നു. അതും 18 മാസം കൊടുത്തില്ല UDFന്റെ ഗവൺമെന്റ്. ആ 600-നെ 1.5 വർഷക്കാലം കൊണ്ട് 1600 ആക്കി മാറ്റിയ ഈ ഗവൺമെന്റ് 3 മാസക്കാലത്തെ തടസ്സമുള്ളത് കേന്ദ്രം ആ വിഹിതം തരാനുള്ളത് കൊണ്ടാണ്. പെൻഷന്റെ വിഹിതമല്ല, കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, നിങ്ങൾ ഈ കുറ്റപത്രികയിൽ ആവശ്യപ്പെട്ട പണമെല്ലാം വിതരണം ചെയ്യാൻ മൊത്തം കാശ് വേണ്ട ഞങ്ങൾക്ക് തരാനുള്ള. ഈ ഗവൺമെന്റ് മൊത്തം 1,07,632, ഈ ഗവൺമെന്റിന്റെ കാലത്ത് 57,532. പകുതി തന്നാ മതി. പകുതി തന്നാൽ ഇതെല്ലാം തീർത്ത് കേരളം നവകേരളം എന്ന ഞങ്ങൾ ഉന്നയിക്കുന്ന ആശയത്തിന്റെ വിശാലമായ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പ്രയാസമില്ല. അപ്പൊ അതുകൊണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവരോടും അത് കേൾക്കുന്നവരോടും ഞങ്ങളുടെ അഭ്യർത്ഥന, ഇത് കേരളത്തെ സംരക്ഷിക്കാനുള്ള സമരമാണ്. കേരളത്തെ സംരക്ഷിക്കാനുള്ള മുന്നോട്ട് പോക്കാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്ന ഞങ്ങളുടെ വാഹനത്തിന്റെ തലയുടെ മീതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ കൊടിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൊടിയല്ല, പവിത്രമായ ഇന്ത്യയുടെ ദേശീയ പതാകയാണ്. ഇന്ത്യയുടെ അവകാശം നിഷേധിച്ച അവസാനത്തെ സാമ്രാജ്യത്വത്തെയും എതിർത്തു തോൽപ്പിച്ച് ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള ദേശീയ പതാകയാണ്. ഞങ്ങൾ മുന്നിൽ വെക്കുമ്പോൾ ചോദിക്കുന്ന അടിസ്ഥാന ആശയം ഭരണഘടന നിർദ്ദേശിച്ചതാണ്. പുതിയതൊന്നും വേണ്ട, ഭരണഘടന നിർദ്ദേശിച്ചതാണ്. ഭരണഘടനയും ഭാരതത്തിന്റെ പതാകയും എത്രമാത്രം വിശുദ്ധമാണോ അത്രമാത്രം വിശുദ്ധമായ മനസ്സുകളോടെ കൂടിച്ചേർന്ന് കേരളത്തിന്റെ ഭരണഘടനാവകാശങ്ങൾക്ക് വേണ്ടി. ഈ പ്രതിപക്ഷത്തിന് ഈ നവകേരള സദസ്സിന്റെ മർമ്മം തിരിയാതെ പോയതാണോ ഇപ്പോൾ ഈ കലാപത്തിന് തുല്യമായ രീതിയിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള കാരണം? പ്രതിപക്ഷം ആദ്യഘട്ടം മുതൽ പറഞ്ഞ ബദലുകൾ ഒന്നും നടന്നില്ലല്ലോ. ആദ്യഘട്ടം പറഞ്ഞു, നിങ്ങൾ യാത്ര ആരംഭിച്ചോ, നിങ്ങളുടെ പിന്നാലെ ഞങ്ങളുണ്ട്. അത് കുറ്റപത്ര സമർപ്പണ സദസ്സ്, അങ്ങനെയല്ലേ? വിചാരണ സദസ്സ്, കുറ്റമാണ് എന്തായാലും, ഒരു സദസ്സും ഉണ്ട്. ആ സദസ്സ് നിങ്ങൾ ആരംഭിച്ച, നിങ്ങൾ നടത്തിയ അതേ കേന്ദ്രങ്ങളിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആളുകളെ കൂട്ടി ഞങ്ങൾ നടത്തും. അതായിരിക്കും അതിനുള്ള മറുപടി. എത്ര ജനാധിപത്യപരമായ മര്യാദ! ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഞങ്ങൾ അപ്പോഴും പറഞ്ഞു, ആ സദസ്സിൽ അവതരിപ്പിക്കേണ്ട സാധനം നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം. ഇവിടെ ഒരു മൈക്കും കുഴലും വാടകയ്ക്ക് വെച്ച് വേദിയും കെട്ടി സർക്കാർ ഇരിക്കുകയാണല്ലോ. നിങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യം 41 MLA-മാർക്ക് ഇവിടെ അവതരിപ്പിക്കാം. പ്രതിപക്ഷ നേതാവിന് തുല്യമായ പദവിയിൽ ഇരിക്കാം. നമുക്ക് ഇവിടെയാകാം. വേണ്ട, ഞങ്ങൾ വേറെ നടത്തുകയാണ്. അവിടെ നിന്ന് എത്രമാത്രം അപകടത്തിലൂടെയാണ് അതിന്റെ യാത്ര. മാലയൊക്കെ സ്വീകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട ഒരു മാലയുമായിട്ടാണ് സൈചിറിയ മിനിസ്റ്റർ എത്തുന്നത്. അല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. സൈചിറിയ മിനിസ്റ്റർ ഹാരവുമായിട്ട് എത്തിയിരിക്കുന്നു. 36 ദിവസം സന്യാസം പോലെ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മിനിസ്റ്റർ. അപ്പൊ ഈ ദർശനകാലത്ത് ഒരു മാലയൊക്കെ ആയിട്ട് വന്നാൽ അത് അത്ഭുതപ്പെടാറില്ല. അപ്പൊ എന്താ ചോദിച്ചാല്, ഞാനിവിടെ വന്നപ്പോ നമ്മുടെ
ലൈബ്രറി ഇതിന്റെ ഉടമ ഇത് നോക്കുന്ന ആള് മാനവീയം നോക്കുന്ന ആള് വന്നിട്ട് എനിക്കൊരു മാല തന്നു. ഞാൻ ഇതിട്ടു. പക്ഷെ ഈ 36 ദിവസം ഞങ്ങളെ ശക്തമായ തേരാളിയായി നയിച്ചാളുണ്ട് ഞാൻ അതെ